ഒരു ക്ലൈമാക്സ് സിനിമയുടെ കഥയുടെ അവസാനമാകാം. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓരോ ക്ലൈമാക്സും അടുത്ത അധ്യായത്തിന്റെ തുടക്കം മാത്രമാണ്. ഇവിടെ അവസാനം എന്ന് കരുതുന്ന ഓരോ സംഭവവും പുതിയൊരു സഖ്യത്തിന്റെയും അപ്രതീക്ഷിത കൂറുമാറ്റത്തിന്റെയും അധികാര പോരാട്ടത്തിന്റെയും തുടക്കമാകുന്നു. വെറുമൊരു ഭരണമാറ്റങ്ങളുടെ ചരിത്രത്തിനപ്പുറം കൗതുകങ്ങളും ചതികളും വിശ്വാസവഞ്ചനകളും വീഴ്ചകളും തിരിച്ചുവരവുകളും കോർത്തിണക്കി ഇന്ത്യൻ മണ്ണിൽ പതിറ്റാണ്ടുകളായി എഴുതപ്പെടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയത്തിന്റെ മഹാകാവ്യത്തിന്റെ വിചിത്രവും വിസ്മയകരവുമായ ഏടുകളിലൂടെയാണ് ഈ ജനാധിപത്യത്തിന്റെ യാത്ര മുന്നേറുന്നത്. കാലത്തിന്റെ ചക്രത്തിൽ ഈ ഇതിഹാസ കഥ പലവട്ടം നമ്മൾ കണ്ടതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ പതനവും പിന്നീട് രാജകീയമായ തിരിച്ചുവരവും ഒരൊറ്റ വോട്ടിന് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ വീണതും മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി രായ്ക്കുരാമാനം അധികാര കസേരകൾ മാറ്റിമറിക്കപ്പെട്ടതുമെല്ലാം ഈ രാഷ്ട്രീയ നാടകത്തിലെ ഉദ്യോഗജനകമായ അധ്യായങ്ങളായിരുന്നു. ഇന്നലത്തെ കടുത്ത ശത്രുക്കൾ ഇന്ന് ഒരേ വേദിയിൽ കൈകോർക്കുന്നതും വിശ്വസ്തർ ഒടുവിൽ പിന്നിൽ നിന്ന് കുത്തുന്നതുമെല്ലാം ഈ ഇതിഹാസത്തിന്റെ സ്വാഭാവിക നിയമങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അധികാര സമവാക്യങ്ങൾ തകിടം മറിയുന്ന ഈ ദീർഘകാല നയതന്ത്ര നാടകത്തിലെ അടുത്ത വലിയ പോരാട്ടവും പടലപ്പിണക്കവും ഉത്തർപ്രദേശിലെ മണ്ണിൽ നിന്നാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ലോക്സഭയിലെ പ്രധാന പ്രതിപക്ഷ ശക്തികളിൽ ഒന്നായ സമാജ്വാദി പാർട്ടി വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന അഭ്യൂഹങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ശിവസേന UPTയിലെയും തൃണമൂൽ കോൺഗ്രസിലെയും ചില MP-മാർ പ്രത്യേക വിഭാഗമായി അംഗീകാരം നേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ സമാജ്വാദി പാർട്ടിയിലും സമാനമായ നീക്കങ്ങൾ അരങ്ങേറുന്നുവെന്ന വാർത്തകൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളായ സി ന്യൂസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകൾ പുറത്തുവിടുന്ന ചർച്ചകളും റിപ്പോർട്ടുകളും ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. താൽ ടോക്ക് കെ പോലുള്ള സി ന്യൂസിന്റെ പ്രമുഖ രാഷ്ട്രീയ സംവാദ പരിപാടികളിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന MP-മാർ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയിൽ വരാനിരിക്കുന്ന വലിയ ഭാഗവത് അഥവാ കലാപ സാധ്യതകളും സജീവ ചർച്ചയായി കഴിഞ്ഞു. മഹാരാഷ്ട്ര മോഡലിൽ ഒരു പിളർപ്പ് ഉത്തർപ്രദേശിലും ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രധാനമായി ഉയർത്തുന്നത്. ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നത് ഉത്തർപ്രദേശ് മന്ത്രിയും സുഹേൽദേവ് ഭാരതീയ സമാജ് പാർട്ടി നേതാവുമായ ഓം പ്രകാശ് രാജ്ഭറിന്റെ പ്രസ്താവനകളാണ്. സമാജ്വാദി പാർട്ടിയിലെ ഒരു വിഭാഗം MP-മാർ നേതൃത്വത്തിൽ അതൃപ്തരാണെന്നും അവർ ഉടൻ തന്നെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം SP MP-മാരും പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുൻപായി പാർട്ടി വിടുമെന്നും സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാവ് രാഘേപാൽ യാദവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും രാജ്ഭർ ആരോപിക്കുന്നുണ്ട്. UPയിലെ കലാപകാരികളുടെ നാടിന്റെ മകനായ ഒരാളാകും ഈ നീക്കത്തിന് നേതൃത്വം നൽകുകയെന്ന സൂചനയും അദ്ദേഹം നൽകി. പാർട്ടി യോഗത്തിൽ ബ്രാഹ്മണ സമൂഹത്തെ അപമാനിച്ചതിൽ പ്രകോപിതനായാണ് ഈ നീക്കമെന്ന് രാജ്ഭർ വ്യക്തമാക്കിയതോടെ ഈ പരാമർശം ബല്ലിയെ മണ്ഡലത്തിലെ MP സനാതൻ പാണ്ഡ്യയെ ഉദ്ദേശിച്ചതാണെന്ന വ്യാഖ്യാനങ്ങൾ ശക്തമായി. എന്നാൽ സനാതൻ പാണ്ഡ്യ ഈ ആരോപണങ്ങൾ വ്യക്തമായി നിഷേധിക്കുകയും ഇത് തികച്ചും ഹാസ്യാത്മകമായ കാര്യമാണെന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കൊപ്പം കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നിട്ടുമുണ്ട്. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണെന്നും ചില മുതിർന്ന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നുമുള്ള വാദങ്ങളാണ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രചരിക്കുന്നത്. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ കേശവ് പ്രസാദ് മൗര്യ വരെ 25-ലധികം SP MP-മാർ പിളർന്ന് പുതിയൊരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് കാൺപൂരിൽ വെച്ച് അവകാശപ്പെട്ടതോടെ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിച്ചു. തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാണ് MP-മാർ പാർട്ടി വിടുന്നതെന്നും ഇതിന് പിന്നിൽ BJPക്ക് പങ്കില്ലെന്നുമാണ് മൗര്യയുടെ വാദം. എന്നാൽ ഈ അവകാശവാദങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുമുള്ള ശ്രമം മാത്രമാണെന്നാണ് സമാജ്വാദി പാർട്ടി പ്രതികരിച്ചത്. SP നേതൃത്വം ഈ പ്രചാരണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ശിവപാൽ സിംഗ് യാദവും മറ്റു നേതാക്കളും ഇത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്നും തങ്ങളുടെ TRP കൂട്ടാനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുമുള്ള BJPയും കൂട്ടാളികളും നടത്തുന്ന ഗൂഢാലോചനയാണെന്നും ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾ, ദളിതർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള പാർട്ടിയുടെ സാമൂഹിക അടിത്തറ തകർക്കാനാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും പാർട്ടിയിൽ ഒരു പിളർപ്പും ഉണ്ടാകില്ലെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപരമായി നോക്കിയാലും ഇത്തരമൊരു പിളർപ്പ് എളുപ്പമുള്ള കാര്യമല്ല. ലോക്സഭയിലെ കൂറുമാറ്റ വിരുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ഒരു പാർട്ടിയിൽ നിന്ന് മുന്നിൽ 2 അംഗങ്ങൾ ഒരുമിച്ച് മാറിയാൽ മാത്രമേ പ്രത്യേക വിഭാഗമായി അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. സമാജ്വാദി പാർട്ടിയുടെ നിലവിലെ 37 ലോക്സഭാ MP-മാരുടെ അംഗബലം കണക്കിലെടുക്കുമ്പോൾ കുറഞ്ഞത് 25 MP-മാരെങ്കിലും ഒരുമിച്ച് പിളർന്നിറങ്ങേണ്ട സാഹചര്യമാണുള്ളത്. അതിനാൽ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നാലും യഥാർത്ഥത്തിൽ അത് നടപ്പാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ പുതിയ കാര്യമല്ല. എന്നാൽ ലോക്സഭയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായ സമാജ്വാദി പാർട്ടിയെ ചുറ്റിപ്പറന്നുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന ഈ അഭ്യൂഹങ്ങൾ സത്യമായി മാറുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശിലെ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളെയും 2027 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും ശക്തമായി സ്വാധീനിക്കാൻ ഇടയാക്കും. അതേസമയം ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ പുറത്തുവരുന്ന പല അവകാശവാദങ്ങളും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിരിക്കാം എന്നതിനാൽ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ മുഴങ്ങുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഇത് വെറും അഭ്യൂഹമോ അതോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടുത്ത വലിയ പിളർപ്പിന്റെ മുന്നറിയിപ്പോ? വരും ദിവസങ്ങൾ അതിനുള്ള ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കാം.